ഇന്നലെ മഴ പെയ്യുമെന്ന് വിചാരിച്ചെങ്കിലും കാര്യമായിട്ട് മഴ പെയ്തു. പിന്നെ രാവിലെ കുറേ പണി കഴിഞ്ഞപ്പം ഇച്ചിരി മടുത്തായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇന്നലെ ചെയ്യാൻ. ഇന്നിപ്പം എങ്ങനെയെങ്കിലും തെറ്റാക്കണം. എന്നിട്ട് പൊടി എഴുന്നേറ്റ് പോ. മതി 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 മതി. അങ്ങോട്ടൊക്കെ ഫുള്ള് മഞ്ഞ, അതുകൊണ്ട് മഴ പെയ്യാൻ സാധ്യതയില്ല. നമ്മൾ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് അടുപ്പിച്ച് സിമെൻ്റ് എടുത്തില്ല. സിമെൻ്റ് എടുക്കണേ കുറച്ചുകൂടെ കഴിയും, കട തുറക്കണം. സിമെൻ്റ് എടുക്കാൻ പോകാൻ വേണ്ടിയിരിക്കുക. അപ്പം ചാക്കും സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് അടുപ്പിച്ചു. സൈഡ് കുറച്ച് ഹോളുള്ളതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി കുറച്ച് മണൽ ഇട്ടിട്ടുണ്ട്. ഇനി സിമെൻറ്റും മണലും കൂടെ സെറ്റ് ചെയ്ത് കുഴച്ച് നമ്മൾ ചാന്തുണ്ടാക്കി ഈ ഹോളുള്ള ഭാഗമൊക്കെ ഒന്ന് അടയ്ക്കണം. അത് കഴിഞ്ഞിട്ടാണ് ചാക്കിൻ്റെ പരിപാടി. ചാക്കെല്ലാം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആണോ? കഴിഞ്ഞില്ല, പൈസ അടച്ചിട്ട് സ്ലിപ്പ് കൊണ്ട് കൊടുത്തു. അതുകൊണ്ട് കാണിച്ചു തന്നേരെ സാധനം കെട്ടി കൊടുത്തു. പാലും സിമെന്റും ഇവിടെ വാ, ഇവിടെ വാ. പുറകോട്ടെടുത്താലും വെച്ചാലോ. പൊട്ടിച്ചു, നീ കണ്ടില്ലേ? പൊടി വരും. വെള്ളം ഒഴിക്കാൻ പറ്റും. മാറിയിരിക്കാൻ പറഞ്ഞോ.
സിപ്പിട്ടിട്ട് പൈക്കല് പൊടിയാ മാറ ഇങ്ങോട്ട് മാറാൻ അങ്ങോട്ട് വേണ്ട പൊടി അങ്ങോട്ട് മാറി നിക്കടി ഇതെന്താ ഇവിടെ എടുക്കാനാ വെള്ളം നമുക്ക് ജോയിന്റ് വെക്കാൻ ചെറുതും ഇല്ലല്ലോ അല്ലേ ജോയിന്റ് വെക്കാൻ വെള്ളം ഇല്ല അതിനും എവിടെ എവിടെ ഇത് ചാപ്പ് വെക്കുന്നു നമ്മുടെ ബാഗിനകത്ത് ഞാൻ എന്താ പൊന്നെ ഞാൻ തേറ്റി വെച്ച് ഇത് തന്നെ പരിപാടി ഓടി വിളിക്കും ഇല്ല വേറെ പരിപാടിയുണ്ട് വാ എടുത്തോണ്ട് വാ പൊക്കിപ്പിടിക്കേ വെള്ളം പോകും ആ ടേപ്പ് നിർത്തി വെച്ചു അവിടെ ആ പൈപ്പും തുറന്നേ ആ പൈപ്പ് അങ്ങേറ്റപ്പ് ഇനിയാണെന്നും പയ്യ പോ പെട്ടെന്ന് പറഞ്ഞ പണിയുണ്ടോ ഇവിടെ നീ മൈക്കാട് എവിടെയോ വിഷയമാണ് ഇല്ലില്ല ഒരു മണ്ണ് ആ കൂസിനകത്തുണ്ടായിരുന്ന മണ്ണ് വന്നു ടേപ്പ് എന്ത് ആ മതി ഇട് ഒരു വെളവ് ആ ചാമ്പൂയോട് ഇറങ്ങി വരാൻ പറയുമ്പോൾ അവളവിടെ കിടന്ന് എന്നാലും കുസൃതി ഒപ്പിക്കും നാരായണിക്കിട്ടുള്ള പണിയായിരിക്കും അതുപോലെ തന്നെ തുറന്നു വേണ്ട ആ ഭാഗം പൊക്കി പിടിച്ചോണ്ടെങ്കിൽ പോരെ എന്നാ ഇത് വഴി മുമ്പോട്ട് മണ്ണതല്ലേ വെയിറ്റ് ഉണ്ടല്ലോ അവിടെ അത്രയും പൊക്കി പിടിക്കണ്ടായി അവിടെ കൊണ്ടിട്ടില്ലല്ലോ എന്നാ പോയിട്ട് വാ അല്ല അവിടെ ഇങ്ങനെ ഉണ്ടോന്നാ അത് പിന്നെ താഴെ കുളത്തിൽ ഇറങ്ങുന്നു അത് വെള്ളം കയറിയില്ലായിരുന്നു
അവിടെ മണ്ണൊക്കെ ഉണ്ടായിട്ടാടാ. ഒന്നുമല്ല, മണ്ണൊക്കെ പോയല്ലേ. അതല്ലെന്ന് നീ വലിച്ചിടുമ്പോ നീ കിട്ടുമായിരിക്കുന്നോ? വലിച്ചു വിട്ട് നീ വായിക്കത്തില്ല, വെള്ളം കയറും. ആ വായിക്കാതെ വെള്ളം കയറി. ഇല്ലേ കൂട്ടിയാക്കട്ടെ. പിടിച്ചു. പിടിച്ചോളൂ. അടുത്ത് വരും. പകുതി നിലത്ത് കളയുന്നുണ്ട്. ചെറുതായിട്ട് ചുറ്റിപ്പം കുത്തിട്ടോ. ഞാൻ പഠിച്ചോളാം. നമുക്ക് പിടിച്ചോണം കേട്ടോ. സംഭവം ഇറക്കണോ? അവൾ ടി വി കാണുക. വരാൻ പറയാൻ അവ വരത്തില്ല. ബാക്കി
ഇതെടി, ഇതൊക്കെ serious. അതൊക്കെ പെണ്ണുങ്ങളെ എന്റെ ജോലിയുള്ളൂ. കഠിനമായ വേറെ ജോലി ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യും. പാത്രം കഴുകിയോ? എന്റെ ദൈവമേ. ഒരു ദിവസം അപ്പൂപ്പൻ ഇങ്ങോട്ട് ഇറങ്ങി അതെ അപ്പൊ തന്നെ വിളിക്കും. ഇപ്പൊ Big Boss ഇവിടെ തന്നെ ഇല്ലോടാ, ഞാൻ പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എന്നാ വിളിച്ചായിരുന്നു. ബാ അമ്മ ചന്ദ്രൻ എത്തി. ബാ വിളിച്ചവർക്ക് വിളിച്ചതിനെ മക്കളെ ഓ എവിടെയെന്ന് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ പോകുന്നില്ലേ? തുടങ്ങിയ പോലും ഇല്ല. ഞാൻ 12 മണി 12 ആവും. 12 അല്ല, ഇപ്പൊ തുടങ്ങാൻ പോകും. അവരുടെ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുമായിരുന്നു. സിമെന്റ് നീ എടുത്തോണ്ട് വരണോ കുറച്ചുകൂടെ? സിമെന്റ് ഈ ബക്കറ്റിൽ നിറച്ചാ എടുക്കണ്ടേ? ആ ബക്കറ്റാ, കൊച്ചു ബക്കറ്റ് എടുത്തോണ്ട് വരാം. അത് അളവാണ്. കൊച്ചുമൊക്കെ എടുത്താൽ ഒന്നാമത് പൊട്ടിപ്പോവും. ഈ വെള്ളം അവിടെ അങ്ങനെ ഒഴിച്ചിട്ട് എല്ലാം എടുത്ത് കോരി വെച്ച് ചെന്നെ വിളിച്ചാൽ ഞാൻ നിർത്തുന്നു. അവിടെ ഉണ്ടായിരുന്നു. അല്ല കോരി വെച്ചോ ആണല്ലേ? വേണ്ടേ? കൊണ്ടുവന്നോ? കൊടുക്കാവോ? പയ്യെ ഉള്ളതാണ് ഓരോന്ന്. നമ്മുടെ തൊഴിലങ്ങനെ കണ്ടു. അല്ല പിന്നെ അമ്മാര് വെള്ളം ഒന്ന് ഒഴിക്കണം. ആ ഇതും കൊണ്ടേ ആ പച്ച സാധനം കൊണ്ട് ഇത് കോരിക്കോട്ടെ, സിമെന്റ്. ഒറ്റപ്പാണോ? ആ പച്ച കപ്പ്. ആ കുഴപ്പമില്ല. ഇതേ പച്ചക്കപ്പ്. ആ കൊണ്ടുപോയി. ഞങ്ങള് ആ അത് വെച്ച് പോരെ. അത് ഞാൻ കിട്ടാ പോയത്. ഒന്നുകൂടെ മതിയോ? ഇതേക്കൂടെ ചുമ്മാ തൂത്ത് വിടുന്നുണ്ടോ മണ്ണിൻ്റെ കൂട്ട്? ഇത് തൂക്കണമെന്നുണ്ട്. ഈ ഭാഗം മാത്രം, ഇവിടെ ഒന്നും വേണ്ട. അത് എന്നിട്ടാണോ ഞാൻ പോയത്? എന്നിട്ട് പോകാമായിരുന്നു. ആ പിന്നെ അമ്പലത്തിൽ തിന്നിട്ടാണോ പോകുന്നത്? തിന്നാതെ പോയത്. അതന്നെ രാവിലെ എണീറ്റപ്പോഴാ പറഞ്ഞ് പെരുന്തീറ്റയാന്ന്. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഇന്നല്ലേ ഇന്ന് മറ്റേ എടുത്തോ ഡയറ്റിങ്. ഇരുന്നോ ഡയറ്റിങ്? അത് നമുക്ക് ഇഷ്ടമുള്ളപ്പോഴാണ് എടുക്കുന്നത്. അല്ലാതെ എനിക്കിഷ്ടമുള്ള പഴമാണ്. മറ്റുള്ളവർ പറയുന്ന കേട്ടെടുത്താൽ മറ്റുള്ളവരടി വൃത്തികെട്ട സ്വഭാവമുണ്ട്. വെള്ളം ഒഴിക്കാതെ പറഞ്ഞോ എന്നതാ? ഒന്നുമല്ല, എനിക്ക് തല ഇറങ്ങി സത്യോട്. അല്ല ഇപ്പഴല്ല, കഴിക്കാൻ പോയിട്ട്. ഇപ്പൊ കഴിച്ചപ്പോ എനിക്ക് സമാധാനമായി. കഴിച്ചോ? അല്ല പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇതെന്ത് എല്ലാരും എന്നെ ഈ ചൊറിയുന്ന എന്തിനാ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സിമെന്റ് ഇളക്കാൻ. ഇളക്കട്ടെ? 2 മിനിറ്റ്. നീ പറയുന്നവരല്ല സംഭവം. വാദം കൊണ്ട് നീ അമ്മയ്ക്ക് എന്നാ ഇതേലും കാണിക്കട്ടെ. പിന്നെ ഇങ്ങനെ അയ്യോ ഒത്തൊന്നും പറഞ്ഞ് കിടന്നിട്ട് അതോടെ കാണണം മറ്റുള്ളവർക്ക്, അല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ എന്നാ എടുക്കുന്നു? ഉപ്പുമുളകും കണ്ടോണ്ടിരിക്കുന്നത്. ആ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നു. സൈഡ് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായി. അത് കഴിഞ്ഞ് ചാക്ക് മുക്കി അങ്ങോട്ട് വെക്കും. ചാക്ക് മുക്കി പറ്റുമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഇതേ കൂടി ചുമ്മാ പതിപ്പിക്കണം. പിന്നെ നല്ലതായിരുന്നു പരിക്കേണ്ടത് അല്ലേ? അതിന് വയ്യ. ഞങ്ങൾ ഒറ്റയ്ക്കില്ല. ഏറ്റവും ഞാൻ പറഞ്ഞ പൈസ നോക്കണ്ട, ഒരാളെ കൂടെ നിർത്തും.
കിണറ്റിൽ ഇറങ്ങാൻ പറഞ്ഞാൽ കിണറ്റിലിറങ്ങും, മരത്തെ കയറാൻ പറഞ്ഞാൽ മരത്തെ കയറും. ഇതൊക്കെ എല്ലാ പണിയും ചെയ്യും. അല്ല ഞാൻ സിവിൽ പഠിച്ചാന്ന് ഓർത്ത് ഇതൊന്നും ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇരിക്കത്തില്ല. മനസ്സിലായോ? പക്ഷെ നീ എങ്ങനെയാണ് അവിടെ ഇങ്ങനെയൊക്കെ അതോ എനിക്ക് മനസ്സിലാവാത്ത ഞാനെന്നാ അപ്പം മടിയൻ്റെ ആശാനും പ്രവീണ മടിയനല്ലല്ലോ. മടിയനൊന്നുമല്ല. ഇപ്പം മടിയനല്ല, അവൻ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യത്തുള്ളൂ എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലാതെ മടിയില്ല. എനിക്ക് പക്ഷെ മടിയുണ്ട്. വണ്ടി പക്ഷേ തുണിയെല്ലാം എടുത്തോണ്ട് അല്ല, എന്നെ മടിപ്പിച്ചതാണല്ലോ, പഠിപ്പിച്ചതല്ല. ഈ അമ്മയും വല്യമ്മയും കൂടെ പണി ചെയ്യിപ്പിച്ച് എന്നെ കൊണ്ട് ചെയ്യിക്കാതിരുന്ന മടിയാക്കിയതാ. അതെങ്ങനെയാന്ന് ചോദിച്ചാൽ കിലോമീറ്ററൊക്കെ നടന്നു പോണ ക്ഷീണിച്ച് ഇങ്ങോട്ട് വന്നിട്ട് അയ്യോ ഓന്നോ നീ അവിടുന്ന് കയറി വന്ന നീ വിറ്റ് നോക്കുവോ? നീ ചെയ്യുവോ എന്തേലും? നീ അതും കൊണ്ട് ആദ്യം മണ്ണും കൂടെ കൂട്ടി കഴിയേ. കൈയുടെ പരിപാടി തീരില്ല. ആ ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. കൈകാര്യം ചെയ്യാത്തരാകുമ്പോഴത്തേക്കും ഉള്ളൂ നീ ഞാൻ പറഞ്ഞു. ഉണ്ട് കൈകാലിക്കകത്തെ കയറുകയാണ് കറണ്ട് വെച്ച് കൂടുതലങ്ങ് വെച്ചു നിൽക്കണം. അകത്തോട്ട് കയറി പോയല്ലേ. അങ്ങനെയൊക്കെ തേക്കാം, അത് കരണ്ടിട്ട് തേക്കാം. കൈ നിന്റെ നോക്കി മണലും കൂടെ കൂട്ടിയാന്ന് പറഞ്ഞു. തൊലി മൊത്തം പോകും. കഴിക്കണമെങ്കിൽ ഉണ്ട്. ഞാൻ കുറെ വക്കിയതാ. പോരൊക്കെ ചെയ്യും, കുറെ പോരും. പിന്നെ ഒരു കുഴപ്പമില്ലെന്നറിയോ, ഇപ്പുറത്തേത് പോരിയല്ല, ഇത് പോരിയല്ല, ഇത് പോരും. പക്ഷെ പോകുന്നതിനെ കുഴപ്പമെന്നറിയോ, ഇത് അതിനകത്തോട്ട് ചിലപ്പം കയറി കിടക്കും. അതിൻ്റെ അതിങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാലേ അത് എല്ലാം ആദ്യം മുതലേ പണിയേണ്ടി വരും. ആ കയ്യാൽ ഇടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മൊത്തം കെട്ടിയെടുക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവിടെ അങ്ങോട്ട് പോയിക്കാൻ ഇങ്ങനെ കിടക്കുവാ, അതിനകത്തോട്ട് കയറി കിടക്കുവാ. പൊട്ടിക്കാൻ പറ്റിയില്ല. പിടിക്കാൻ പറ്റില്ല, തിരിച്ചളവായിരിക്കും. പഴയത് വരുന്ന യാത്രല്ലേ, അവിടെ ഒട്ടുപാല് വരുന്നേ. ഒട്ടുപാല് വരുന്ന പഴയ യാത്ര. അത് ഏത് ക്രമ്പില്ല? പൈക ഇവിടെ കള്ളുവലിക്കാരുടെ നമ്മൾ ആ ഇടമറ്റം തിരിയുന്ന ഇടമറ്റത്ത് തിരിയുന്നതിൻ്റെ അപ്പം ഫാക്ടറിയില്ലേ. അതെ. ഇവിടെ എടുക്കാൻ വന്നാണോ? ഈ സിമെന്റ് കൂട്ടുന്ന കണ്ടിട്ടുണ്ടല്ലോ, സിമെന്റ് കൂട്ടുന്ന കണ്ടിട്ടുണ്ടല്ലോ മേശിരിമാര്. ചേട്ടാ അവര് ചെയ്യുന്ന പോലെ ചെയ്യുന്നു. പറഞ്ഞ് തെറ്റിക്കല്ലേ. ഇരിക്കടാ. ഇടയ്ക്ക് ഒന്ന് പോയി ശാംഭവി അവിടെ എന്തേലും ചെയ്യുന്നുണ്ടോ? നേരത്തെ പോയപ്പോൾ പുറയത്തെ മുറിയിൽ നിന്ന് എന്തോ ഒരു സാധനം കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കൊട്ട, ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പൊട്ട. ആ ഞാൻ ടി വി നിർത്തിയായിരുന്നു. അവള് ടി വി നിർത്തിയെന്നാന്ന് വെച്ചാൽ അവള് കാണുന്ന പോലും ഇല്ല. അവിടെ ഇരിക്കട്ടെ, ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, വരത്തില്ല. ചുമ്മാ കിടക്കും കട്ടില. അവള് കിടക്കട്ടെ. അവള് ഇപ്പൊ കണ്ടില്ലേ ആ കഥാപാത്രങ്ങളുമായിട്ടൊന്ന് ഇതാകുന്നു. തെറ്റാകട്ടെ. ഇതുമായിട്ട് മഴക്കാലത്ത് 1000 രൂപ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
മതിയായിരിക്കും അത്. അല്ല അതിന് അളവുണ്ട്. ഓഹ് എൻ്റെ അമ്മ അവളൊക്കെ അങ്ങ് അറിയാം. എനിക്കറിയാം അമ്മ ഇത്ര മതി 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 മതി. അമ്മ എടുത്തോണ്ട് പോണല്ലോ അതല്ലേ. ആണല്ലേ? ഓക്കെ. ഒരു ബക്കറ്റ് മതി അപ്പോൾ. അത് വെള്ളം വേണ്ടേ നീ? പതുക്കെ ഒഴിക്കട്ടെ. അങ്ങനെ ഒഴിക്കാൻ പാടില്ല. ഒഴിക്കുമ്പോൾ നമ്മൾ ഇച്ചിരി സംഭവങ്ങളൊക്കെ എൻ്റെ പൊന്നോ. കൈ കഴുകിയൊന്ന്. സിമെന്റിനകത്ത് പണ്ട് തൊട്ടൊന്ന് കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സഹായിച്ചേ. സഹായിച്ച് എല്ലാം സംഭവിച്ചെന്തായി? നോക്കില്ല. നോക്കിയിട്ട് മതി. അത്രയൊക്കെ ബുദ്ധിയുണ്ടല്ലേ? നിന്നോടെ കൂടിയപ്പോൾ എൻ്റെ ബുദ്ധി പകുതി പോയത്. ഞാനും അത് ഉദ്ദേശിച്ചായിരുന്നു. എനിക്ക് പണ്ട് നല്ല ബുദ്ധി ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. ഇപ്പം അതില്ല. ചേട്ടായിക്ക് ഒരാൾക്ക് മതി. വെള്ളം റെഡി. ഞാൻ ആ കൊച്ചിന് പോയി ഇത് വെച്ച് കൊടുത്തിട്ട് വരാം. എന്നാ അവൾ അവിടെ മര്യാദക്ക് ഇരിക്കും. അമ്മയ്ക്ക് എന്തുവാ? മറ്റേ നമ്മുടെ ബീറ്റ്റൂട്ടോ വേണോ വെള്ളം? പിന്നെ എന്നാ രാണി വെള്ളം അങ്ങനെ ഇരിപ്പില്ലേ? നോക്കട്ടെ. വെള്ളം പോയി തിരിച്ചുണ്ടോട്ടെ മാറിക്ക്. വെള്ളമൊക്കെ ഞാൻ എടുത്തു തരാം. മാറിക്ക് അവിടെ പോയിട്ട് കൊടുക്കാം. ഒഴിക്കണ്ടേ? ഇത് ഞാൻ അടുത്ത് മുക്കുന്ന സമയമുണ്ടല്ലോ. ഇപ്പൊ കൈക്കകത്തോട്ട് കയറിയാ തീർന്നു. മുക്കുമ്പോഴേ ഇതിനകത്തോട്ട് ഇങ്ങനെ കട്ടി വെക്കണം. ഇതുപോലെ നമുക്ക് കെട്ടണം. വേണ്ട. ഇന്നത്തെ അത് വെച്ചങ്ങ് മുക്കടി എനക്കാ. അത് വെച്ച് പാടാണ്. നല്ലതായിട്ടാണ് ഈ പ്ലാസ്റ്റിക് ഒന്ന് കത്തി ഇവിടെ അഴിക്കുന്നത് നമ്മൾ. ആദ്യത്തെ ചാക്ക് മുക്കിയേക്കാം. ആ രണ്ട് ഗ്ലൗസ് ഇടുക വെച്ച് പണി കിട്ടും. ഉരുളില്ലേ? എല്ലാം ഉണ്ടെന്ന് ഞാൻ തന്നെ പിടിച്ചു. ആ ശരി, അത് അറിയത്തില്ല. ഇങ്ങോട്ടെ തെറ്റിക്കീറും നമ്മളെ. അല്ല ഇത് എടുത്തോണ്ട് താഴോട്ട് ഇറങ്ങി പോകണ്ടേ? പോകണ്ടേ? ഇങ്ങനെ എടുത്തോണ്ട് താരെ അത് ഓരോ നിങ്ങൾ സെറ്റാക്കി വെക്ക്. ഒരു ചാക്കുന്ന അത്ര ഉണ്ട്. കൂടുതലായി ചാക്ക്. ചാക്കിൻ്റെ അല്ല പറഞ്ഞത്, ചാക്കൊക്കെ തികയും.
സിമെന്റ് കഴിയത്തില്ല. ഒരിനിപ്പോൾ ഒരു 3 എണ്ണം വെച്ചേ പറ്റത്തുള്ളൂ. ബാക്കി മേടിക്കും. ഇപ്പം 10 സിമെന്റ് തൊട്ട് ചേട്ടാ 5 എടുത്തത്. നേരത്തെ ചാക്കെടുക്കണ്ടേ? മുറിച്ച് വെക്കണം. കത്തിയല്ലേ എവിടെ മുറിക്കണ്ടേ? മുറിക്കാനുണ്ടെന്ന് കാത്തിട്ടുണ്ടെങ്കിൽ എന്തിയാ ബക്കറ്റ് എടുത്തോണ്ട് കൊണ്ട് വെച്ചു? നീ അങ്ങനെ തന്നെ നിൽക്കരുത്. നീ താഴോട്ടൊക്കെ താഴോട്ടൊക്കെ അങ്ങ് താത്താ അത് മറ്റേ പോലെ ആക്കി വെച്ചേക്കുന്നു. ചുറ്റിക കൊടുത്തു കൊടുത്തേ മോനെ. വേണം, അവിടെ ചുറ്റിയുടെ ആവശ്യമുണ്ട്. പറയാതെ ചെയ്യാനുള്ള ഒരു സെൻസ് ഉണ്ടാവണമല്ലോ. ആ ഇപ്പം എന്തോ പറഞ്ഞില്ലേ? അയ്യോ എറിഞ്ഞു വിട്ട് കൊടുക്ക്. അവത്തെ ചവിട്ടാതെ. പിച്ചാത്തി എന്തിയടി എടുത്തു കൊടുക്ക്. കൈ എന്തോ എന്തോ പോലെ. എന്നാ ഒട്ടുപാലത്? നീ ഒന്ന് ഒട്ടുപോലൊന്നും കണ്ടിട്ടില്ലാത്തതുകൊണ്ടാ. അങ്ങനെ എന്തോ ഒരു സിമെന്റിന്റെ ആണല്ലേ? കുറേ വേണമല്ലോ അന്നേരം അതിങ്ങനെ വെക്കാൻ. ഞാൻ ചിന്തിച്ച കാര്യമാണ് അതിനകത്ത് എങ്ങനെ നിൽക്കുമെന്നുള്ളത്. പക്ഷെ ഇത് ഞാനത് ചിന്തിച്ചില്ല. അത് വേണമല്ലോ എന്നുള്ള ചിന്ത എനിക്കുണ്ടല്ലോ. ബുദ്ധിയുള്ളവളൊന്ന് കാണാൻ വേണ്ടിയായിരുന്നു. ഉണ്ടല്ലോ. അയ്യടാ അമ്മ അവിടെ നിന്ന് കാപ്പിയുടെ കുറ്റി വെട്ട്. കിട്ടിയില്ലേ? കിട്ടിയില്ലേ? ആ ആര് വടക്കുണ്ടാക്കാൻ? ഞാൻ ഗ്രാമസഭയ്ക്ക് പോണേ. എൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ലേ? എൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇല്ലില്ല. ഓക്കെ ഇത്ര ആയല്ലേ? അവിടെ ഇവിടെ കൂടെ ഉള്ളൂ. പിടിച്ചേ. അവിടെ തൂക്കിയിട്ടിക്കല്ലേ? എന്നെ പിടിക്ക്. ഞാൻ പോട്ടെ. കൂടെ എടുത്തോ. എത്ര മണിക്കാ ഗ്രാമസഭ? കിട്ടുന്നുണ്ടാവോ? എന്താ എടുക്കും അമ്മ? ഗ്രാമസഭ 2 മണിക്ക്. കണ്ടിട്ട് കുറേ നേരം ആയല്ലോ. എന്നാ പരിപാടി? അവിടെ പോയി ഒന്നും എടുക്കല്ലേ? സിമെന്റിലൊന്നും തൊട്ടാക്കല്ലേ കേട്ടോ ഓനെ. അതെ കസേര വന്നിരുന്നോ? ഡേ ഇവിടെ സിമെന്റിൽ പോയി പണിയാൻ തോന്നുന്നു. ആര് പറഞ്ഞു? അതേ പോയി തുറന്നു. നീ അങ്ങേറ്റം തുടങ്ങിക്കോ. അങ്ങേറ്റം ഞാനാണോ? പിന്നെ നല്ല ഇടിയും മഴയുടെ ഒരു ലക്ഷണം കാണുന്നുണ്ടല്ലോ. ഇത്രയും ദിവസം ഇല്ലായിരുന്നു. ഇന്ന് ചെയ്താൽ പണി കിട്ടും. നോക്കാം.
രാമൻ എനിക്ക് വരുന്നു ആൾക്കാരെല്ലാം കയറി വരുന്നുണ്ട്. നമുക്ക് എവിടെ വിളിച്ചപ്പോ അല്ല ഇവളോട് വാ നാനേ പൊക്ക വിട്ടോ അതെയാ ആ കിടന്ന കലോ ഞാൻ പൊക്കണോ പൊക്കട്ടെ നീ പൊക്കോടി ക്യാമറയും കൊണ്ട് പോ. നല്ലൊരു മഴ വരുന്നുണ്ടല്ലോ. ഇതുവരെ ചെറിയ ചെറിയ മഴയായിരുന്നു, അതൊന്നും വലിയ കുളത്തിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നില്ല. ഇനി എങ്ങനെയാണോ നല്ലൊരെണ്ണം വരുന്നുണ്ട്.